അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കിവിടെ സുഖമായി പോണു. അപ്പം ഇന്ന് അടുക്കളയിൽ ഇതാ ചോറും ആട്ടപ്പൊടിയൊക്കെ കൂട്ടിങ്ങാണ്ട് മടക്ക് ചപ്പാത്തിയാണ് ഇട്ടിട്ടുണ്ടാക്കണത്. നല്ല അടിപൊളി ചപ്പാത്തിയാണ്. അതിലേക്ക് നല്ലൊരു കൂന്തൽ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് അടുക്കളയിൽ കയറാനൊക്കെ കുറച്ച് വെക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് സ്കൂളും മദ്രസൊന്നും ഇല്ല. അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് കുറച്ച് വരുമ്പാട് അവിടെ കടന്നൊരു 7:15 അടുക്കളയിൽ കയറിയപ്പോൾ അപ്പോൾ വന്ന പാട് ശാലുവിനും മോനുവിനൊക്കെ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. റസ്ക്കും ചായയും കുടിച്ചാനാണ് കേട്ടോ. അപ്പം എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ എയർ ഫ്രഷ് ഒന്നും കുടിച്ചാലില്ല കേട്ടോ. നമ്മൾ എയർ ഫ്രഷൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ട് പൊടി കുഴച്ച് വെച്ചിട്ട് വേണം. കുറച്ചും പാടെ പണി ഞമ്മക്കുണ്ട്. മുറ്റൊക്കെ അടിച്ച് വരുമ്പോഴത്തേന് പൊടിയൊക്കെ ഒന്ന് നല്ല മയം വന്നോളും. അപ്പം ഞാൻ ആദ്യം തന്നെ ചോറ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പം കറണ്ട് അങ്ങോട്ട് പോകും. അപ്പം ഞാൻ നേരത്തെ തന്നെ ചോറ് അരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പിടാൻ മറന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കപ്പിന് 1.5 കപ്പ് ആട്ടപ്പൊടിയും 1/2 കപ്പ് മൈദയും ഞാൻ കൂട്ടിയിട്ടുണ്ട്. മൈദ കൂട്ടിക്കണം എന്താ വെച്ചാൽ നമ്മൾ നല്ലൊരു കളറ് വന്നോട്ടെ, പൊറാട്ടയുടെ മായത്തെ കളറാവാൻ വേണ്ടിങ്ങാണ്ടാണ് നമ്മൾ മൈദ കൂട്ടിക്കണം കേട്ടോ. അല്ലെങ്കിൽ മൈദേൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ചോറ് അരക്കുമ്പോൾ തോനെ വെള്ളം പാർന്നുകാണ്ട് ചോറ് അരക്കരുത്. ലേസം വെള്ളം പാർന്ന് കൊടുത്തിട്ട് ചോറ് നല്ല അരച്ചെടുക്കുക. അതിൽ വേണം നമ്മൾ ഈ ആട്ടപ്പൊടി ഇങ്ങോട്ട് കുഴച്ചെടുക്കാൻ. ഒരു ലേസം പോലും വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഈ ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ കുഴ വന്നപ്പോൾ ഞാൻ ലേസം എണ്ണ ഒറ്റിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ച് കൊടുക്കണത്. വല്ലാതെ മല്ലിട്ട് കുഴക്കൊന്നും വേണ്ട. ഇങ്ങോട്ട് മയപ്പെടുത്തിയതിന് ശേഷം നമ്മൾ അടപ്പിലൊരു പാത്രത്തിൽ ഇട്ടിടുകാണ്ട് ഒരു 20 മിനിറ്റെങ്കിലും ഇങ്ങോട്ട് അടച്ച് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും നമ്മളെ ചപ്പാത്തി നല്ല മയം കിട്ടും. അങ്ങനെ ഞാനിന്ന് കണ്ടറിഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം രാവിലേക്കും വൈകുന്നേരത്തേക്കും പാടെ എന്നിട്ട് ചപ്പാത്തി ചൂടാൻ ഒരുങ്ങണത്. ഉച്ചക്കൊക്കെ ഏതായാലും ലേസും ചോറും അതുപോലെ ഇന്നലത്തെ കറിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പൊടിയൊക്കെ നല്ല കുഴച്ച് മേലെ ലേസം വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കൊടുത്തുങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാമല്ലോ ഒരുക്കത്തിൽ. അത് ഉണ്ടാക്കി അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ചൂടാട്ടോ. അങ്ങനെ ഞാൻ ലേസം ചെറുള്ളിയും അതുപോലെ തന്നെ 2 വെല്ലുള്ളിയും 1 വെളുത്തുള്ളി പോണയും ഇഞ്ചിയും എല്ലാതും എടുത്ത് നേരാക്കി വന്നിട്ടുണ്ട്. 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ നേരാക്കി വെച്ചാൽ നമ്മൾ അടുക്കള പണി പെട്ടെന്ന് തീരും കേട്ടോ. നമ്മൾ പെട്ടെന്ന് പണി തീർക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ അടുക്കളയിൽ കയറാൻ കുറച്ച് വൈകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടാവുമ്പോൾ ഞാൻ ലേസം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കണത്. പിന്നെ ചെറിയൊരു പൊട്ട് പട്ട, 2 ഏലക്കായ്, 1 കറാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് പൊട്ടി പൊരിയുമ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുള്ളി തോനൊന്നും ഇടണ്ട. ഒരു 10 പോണ ഇട്ട് കൊടുക്കുക. മുറിച്ചൊന്നും വേണ്ട. അത് നല്ല വാടുമ്പോൾ നല്ലോണം വേറിട്ട് പോന്നോളും. പിന്നെ ലേസം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല വാടിയിട്ടില്ല, ഒരു 1/2 വാടലായിട്ടുണ്ട്. അപ്പം നമ്മൾ 2 വെല്ലുള്ളി നുറുക്കി വെച്ചിരുന്നു കേട്ടോ. നല്ല നീളത്തിലല്ല, കുനുകുനേനെ നുറുക്കി വെച്ചിരുന്നു. അത് ഇട്ട് കൊടുത്തിട്ട് ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ല ഇങ്ങോട്ട് വാട്ടിയതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാടിക്കോട്ടെ കേട്ടോ. അത് വാടിയതിൻ്റെ ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നു. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് മുളകും പൊടിയും 1.5 സ്പൂണ് മല്ലിപ്പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതേക്ക് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് വേണ്ടത്. ഞാൻ വലിയ ജീരകം പൊടിച്ചിട്ടില്ല. ഞാൻ വലിയ ജീരകം അതാണ് ആദ്യം ഇട്ട് കൊടുത്തത്. അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ ജീരകത്തിൻ്റെ പൊടി നമ്മൾ ഈ മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ജീരകമൊക്കെ പൊടിച്ച് വെക്കണം. നമുക്ക് നോമ്പൊക്കെ അല്ലേ വരുന്നത്. പണി എളുപ്പമാക്കാൻ വേണ്ടി കണ്ടാൽ ഒരുപാട് പണി ചെയ്യാണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അങ്ങനെ 2 തക്കാളി നുറുക്കിയിരുന്നു. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ നമ്മളെ തക്കാളിയിൽ കണ്ടില്ലേ വെള്ളമൊക്കെ നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും വല്ലാതെ ഇങ്ങോട്ട് വാടിയുന്നില്ലല്ലോ. അതിൻ്റെ ശേഷം നമ്മൾ കൂന്തൽ നന്നാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂന്തൽ നല്ലപോലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വട്ടത്തിൽ നുറുക്കാണ്ടതിന് വേണ്ടത്. ഇത് ചെറിയ കൂന്തളായിരുന്നു. അപ്പം ഞാൻ വട്ടത്തിലൊന്നല്ല നുറുക്കിക്കണത്. എനിക്ക് വെയ്ക്കണമാതിരി 4 കഷ്ണാക്കി കണ്ട് അങ്ങനെ ഇട്ടെടുക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. വട്ടത്തിലൊക്കെ നുറുക്കിയിട്ട് ഫ്രൈ ഉണ്ടാക്കി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണേനും. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ ചപ്പാത്തിയുടെ പൊടി കണ്ടില്ല നിങ്ങൾ, എന്തോ ഒരു മയാണ് വെച്ചിട്ടാ. അപ്പം നമുക്കിതൊന്ന് റേക്കുമ്പോൾ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് നീളത്തിലാക്കണം കേട്ടോ. കണ്ടില്ല നല്ല മയ ഉണ്ട്.
അപ്പം ഇനി ഇതൊന്നും ഇങ്ങോട്ട് നീളത്തിലാക്കിങ്ങാണ്ട് നമുക്ക് മുറിച്ചെടുക്കാണ്ട് ചെയ്യണം. ഞാൻ ഉരുളാക്കിങ്ങാണ്ടല്ല, അത് പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ആ നീളത്തിലാക്കിങ്ങാണ്ട് ഇതാ കത്തി കൊണ്ട് മുറിച്ചെടുക്കാണ്ടോ. പിന്നെ ഞാനിങ്ങനെ ഉരുളൊന്നും ആക്കൂല, ഇതേമായി തന്നെ ഞാൻ പ്രസ്സിൽ അമർത്തണ മാതിരി ചെയ്യലാണ് കേട്ടോ കാട്ടൽ. നിങ്ങൾക്ക് മുറിച്ചിട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ 2 പുറം പിടിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് ഇതാക്കുക. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പ്രസ്സും ഒന്ന് ഇങ്ങോട്ട് അമർത്തിയിരിക്കണം. ഞാൻ പ്രസ്സും കാര്യമൊന്നും എടുക്കണില്ല. അതിലിടക്ക് ഞാൻ കൂന്തൽ ഫ്രൈൻ്റെ അടുത്തേക്കൊന്ന് വന്നിട്ടുണ്ട്. കൂന്തൽ ഫ്രൈയിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റാനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ലേസം മല്ലിച്ചപ്പും പാടെ ഇട്ട് കൊടുക്കുക. ഇനി ആ ചപ്പാത്തി പണിക്ക് നിന്നാൽ ഈ ഭാഗത്തേക്ക് തിരിയൽ നടക്കൂല. അങ്ങനെ ലേസം വെള്ളം പോലെ കണ്ടായിക്കോട്ടെ വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്ക് പാർന്ന് തിന്നാൻ വേണ്ടിങ്ങാണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണത് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂന്തൽ ഫ്രൈ ശരിയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ തീയൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പണിമൊക്കെ തന്നെ പോവുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് എങ്ങനെ മടക്കണമെന്ന് കാണിച്ചു തരാം. ഞാൻ ഉരുളാക്കിയല്ല കേട്ടോ ചെയ്യുക. ഒന്ന് കയ്യിലിട്ട് കണ്ട് ഒന്ന് ഇങ്ങോട്ട് നീളത്തിൽ ഇതാക്കലാണ്. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് അമർത്തി കൊടുക്കും. എന്നാൽ നമ്മളെ ചപ്പാത്തി നല്ല വട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ശരിയായി കിട്ടും ചെയ്യും. ഇത് എന്നിട്ട് ഞാൻ കുഴൽ വെച്ചിട്ട് ഞാൻ വേറെ മോഡലിലാണ്ട് ഈ ചപ്പാത്തി ഉണ്ടാക്കും. മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു കോലം വേണമല്ലോ. അങ്ങനെ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ലേസം വെളിച്ചെണ്ണയും അതുപോലെ തന്നെ മൈദപ്പൊടി ലേസം ഇങ്ങനെ തൂവി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് മടക്കണം. മടക്കുമ്പോൾ എന്ത് ചെയ്യുക വെച്ചിട്ട് ലെയറായി കിട്ടാൻ വേണ്ടിങ്ങാണ്ടാണ് ഈ പണി ചെയ്യുന്നത് കേട്ടോ. ഈ ഭാഗത്തേക്ക് മടക്കിയ അതേ വലിപ്പത്തിൽ ആ ഭാഗത്തേക്കും പാടെ മടക്കി കൊടുക്കുക. മടക്കുമ്പോൾ നമ്മൾ ആ മടക്കിലും വെളിച്ചെണ്ണയും ലേസം മൈദപ്പൊടി തൂവിയിട്ട് കൈ കൊണ്ടൊന്നും ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതിട്ടെന്നാൽ നമ്മളെ ചപ്പാത്തി നല്ല പൊള്ളായി വരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചോറിന് കളയരുത് കേട്ടോ. ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് കഴുകിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ഇങ്ങനെയൊക്കെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. അതൊക്കെ കറിയുടെ ഒന്നും ഒരു ആവശ്യമില്ല. അങ്ങനെ ഞാൻ 4 ഭാഗത്തും അങ്ങനെ മടക്കി ഈ കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തോനെ വെക്കേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ എല്ലാതും ഞാൻ മടക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്ന് പരത്തി വെക്കുക കേട്ടോ. പിന്നെ എല്ലാതും പാടെ പരത്തിയിട്ട് ഒപ്പം അങ്ങോട്ട് ചുടാൻ നിൽക്കാനാണ്. പിന്നെ നല്ല പൊടിയുടെ ഒന്നും ഇതിന് ചിലവില്ല കേട്ടോ ഇത് ഉണ്ടാക്കാൻ. കാരണം എന്താ വെച്ചിട്ട് നമ്മൾ പത്തിരിയൊക്കെ ചുടുമ്പോൾ നിറച്ച് പൊടിയേക്കാരം പ്രസ്സും അമർത്ത് മാത്രമല്ലല്ലോ ചെയ്യുക. അങ്ങനെ ഇതും പാടെ ഞാൻ കാണിച്ചു തരാം. ഞാനിതാ ലേസം മൈദപ്പൊടി ഉണ്ട് ഇതൊന്ന് പരത്തെടുത്തിക്കണത്. ആട്ടപ്പൊടി അല്ല, മൈദപ്പൊടി ലേസം ഉണ്ടാക്കിങ്ങാണ്ട് നമ്മൾ ഈ കോലത്തിൽ തന്നെ ഒന്ന് ഇങ്ങോട്ട് വട്ട് വീശി എടുക്കുകയാണ്. വട്ടത്തിലല്ല, ഈ മടക്കിയ ആകൃതിയിൽ തന്നെയാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണത്. നല്ല മടക്ക് ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കണത്. ഉണ്ടാക്കാനും എളുപ്പമുണ്ട്. ഒപ്പം തന്നെ പൊള്ളായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചോറ് കൂട്ടിയല്ല ഒരു ഗുണം കേട്ടോ. അങ്ങനെ ഇവിടെ പരത്തി ആയിട്ടുണ്ട്. നല്ല നെയ്സ് ചപ്പാത്തി ആക്കിയിട്ടുണ്ട് കേട്ടോ. ചിലവർക്ക് നല്ല കനം വേണ്ടി വരും. ഇത് നല്ലാതെ കനൊന്നുമില്ല, എന്നാൽ വല്ലാതെ നെയ്സും അല്ല. അങ്ങനെ എല്ലാതും പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിങ്ങാണ്ട് ചുട്ടെടുക്കുക. അപ്പോൾ ചുടുമ്പോൾ എന്ത് ചെയ്യുക, മേലൊക്കെ പൊടിയുണ്ടെങ്കിൽ നല്ല കൊട്ടി കൊടുക്കുക. പിന്നെ എണ്ണ ആക്കിയിട്ടും എണ്ണ ആക്കാതെയും ചുടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം 4 എണ്ണ ആക്കാതെയാണ് ചുടുന്നത്. പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ എണ്ണ ആക്കിയിട്ട് ചുടാണ്. വൈകുന്നേരത്തേക്കുള്ള 4 എണ്ണ ആക്കാതെ ചുട്ടെടുക്കുകയാണ്. അങ്ങനെ നല്ല പൊള്ളക്കണുണ്ട്. കണ്ടില്ല നിങ്ങൾ, നമ്മളെ പൊറാട്ടയുടെ കളറായിട്ടുണ്ട് നമ്മളെ ചപ്പാത്തി. വെറും ആട്ടപ്പൊടി ആകുമ്പോൾ മഞ്ഞായിട്ട് ഇങ്ങനെ തോന്നില്ല. പിന്നെ ഈ ആട്ടപ്പൊടി ചിലവർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം മൈദപ്പൊടിയും ചോറൊക്കെ കൂട്ടിങ്ങാണ്ട് ഉണ്ടാക്കുകയാണ് നല്ലത്. അങ്ങനെ ലേസം വെളിച്ചെണ്ണയൊക്കെ ആക്കിയോളൂ. നല്ല പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ചുടൽ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരട്ടോ നമ്മളെ ചപ്പാത്തിയുടെ കോലം. അങ്ങനെ കൂന്തൽ ഫ്രൈയും ചപ്പാത്തിയൊക്കെ അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിച്ചാൻ പോവുകയാണ്. അപ്പോൾ ചായ കുടിച്ചാൻ പോകുമ്പോൾ എല്ലാവരും മടക്കി ഒലുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ. അപ്പോൾ അതൊന്ന് ചീന്തിയിട്ട് നമുക്ക് നോക്കട്ടോ എത്രത്തോളം കനുണ്ട്. കണ്ടില്ല നിങ്ങൾ, പപ്പടം പോലത്തെ ചപ്പാത്തിയാണ്. അപ്പോൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ തോനെയൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതണം. ഈ തലക്കുന്ന് ഇങ്ങനെ ചീന്തിയാൽ തന്നെ നമ്മൾ ആ തല വരെ കാണും നമ്മളെ ചപ്പാത്തിയുടെ കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെ പറ്റിയിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതുക. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടേ വീഡിയോ ഇടാൻ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.